ഗൈസ്, നിങ്ങളെയും കൊണ്ട് ഞാനിന്ന് പോകുന്നത് കക്കാടംപൊയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ കൂടറഞ്ഞി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ അകമ്പാടം പഞ്ചായത്തിലുമായിട്ടാണ് കക്കാടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. കക്കാടംപൊയിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്ന ക്ലൈമറ്റാണ്. കോട എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. പിന്നെ പ്യൂറസ്റ്റ് വാട്ടർ, നല്ല കൂളിംഗ് വാട്ടറും. അപ്പോൾ നമുക്ക് കക്കാടംപൊയിൽ കണ്ടിട്ട് വരാം. ഇതാണ് കക്കാടംപൊയിൽ സ്കൂള്. ഇവിടെ നേരെ കയറി ചർച്ചുണ്ട്. കക്കാടംപൊയിലേക്ക് വരാൻ മെയിനായിട്ട് 2 വഴികളാണല്ലോ. ഒന്ന് നേരെ കൂടറഞ്ഞി കൂമ്പാറ കയറി നേരെ കക്കാടംപൊയിൽ വരാം. പിന്നെ അല്ലെങ്കിൽ നേരെ അകമ്പാടം വഴി വെണ്ടയ്ക്ക് പോയി വഴി നേരെ കക്കാടംപൊയിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കക്കാടംപൊയിൽ അങ്ങാടി എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു പോകുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് കഴിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. കക്കാടംപൊയിൽ അങ്ങാടി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ 2 റോഡുള്ള നിലമ്പൂരിലുള്ള വഴിയുണ്ട്, നമ്മുടെ വാളന്തോടുള്ള വഴിയുണ്ട്. നമ്മൾ വാളന്തോട് റോഡിലാണ് നമ്മൾ പോകുന്നത്. വാളന്തോട് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നാടൻപുല്ല്, വാളന്തോട് നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോഴിപ്പാറ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നതിന് ചുറ്റും നല്ല മലകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്തൊരു ഇതാണ്, കോടയായിട്ട് ഫുള്ള്. എന്തല്ലേ ആ വീടിൻ്റെ ഒരു വ്യൂ, ഒരു രക്ഷയില്ല. നമ്മൾ പോകുമ്പോൾ താഴെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് കാണാം ചെറുതായിട്ട്. ഞങ്ങൾ വരുന്ന വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു റോഡ് മൊത്തട്ടോ. നല്ലൊരു മഴയും കിട്ടി, അടിപൊളി ഒരു വൈബായിരുന്നു. ഞങ്ങൾ നേരെ വാളന്തോട് കോഴിപ്പാറ പോകാതെ നേരെ അയർമലിന് പോയി. മഴയൊക്കെ ഉള്ളത് നല്ല വൈബായിരിക്കും തോന്നി. പോയപ്പോൾ കണ്ടില്ലേ എന്നാ മൂടലാന്ന് പറയാം, ഫുള്ള് കോടയാണ്, ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക വൈബാണ്. നമ്മളങ്ങനെ നാടൻപൊയിൽ അങ്ങാടി എത്താറായി. അങ്ങാടി എന്ന് വെച്ചാൽ ചെറിയ 2-3 കടകളൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാലും കണ്ടില്ല, തിരക്കുണ്ട്, എന്ത് തിരക്കാണ്. സൺഡേ ആണ്, സൺഡേ എല്ലാവരും ഫ്രീ അല്ലേ. അപ്പം നിലമ്പൂരിൽ നിന്ന് ആൾക്കാർ വരും. കോഴിക്കോട് ടൗൺ, മുക്കം, തിരുവമ്പാടി, അരീക്കോട് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും. പുറമേ നിന്നൊക്കെ ആൾക്കാർ, ഇഷ്ടംമാതിരി ആൾക്കാരെ വരുന്നത്. കണ്ടില്ലേ, കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമുക്ക് കാണാൻ തിരക്കുണ്ടോയെന്നാണ്. കണ്ടില്ല, എല്ലാവരും കോടയാണെന്നറിയോ. ശരിക്കും നമ്മൾ ഫോണിൽ കാണുന്നതിൻ്റെ ഒരു 3 ഇരട്ടി ഫീലാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് നായടമ്പലം എന്ന സ്ഥലം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കറക്റ്റ് ഇതില്ലേ അവിടെ. ഇപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് മുന്നോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ മുന്നപ്പാറ, മേടപ്പാറ, അതിനപ്പുറമാണ് പൂവാറന്നോട് എന്ന സ്ഥലമല്ലേ. ഈ നേരെ പോണ വഴി തന്നെ ഒരു 10 മീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം റൈറ്റിലേക്കൊരു വഴിയുണ്ട്. ആ വഴി ആണ് പഴശ്ശിരാജയുടെ ഗുഹയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് ഈ അങ്ങാടി നേരെ താഴോട്ടുള്ള വഴിക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് പെരുമ്പോള വഴിയാണ്, പെരുമ്പോളയ്ക്കാണ് നേരെ പോകാം. ഇവിടുത്തെ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെരുമ്പോളാണ്. പെരുമ്പോളയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൂടറഞ്ഞി. നമ്മൾ പോകുന്ന നേരെ കുരിശുമലയിലേക്കുള്ള വഴിയാട്ടോ. ഗൈസ്, നമ്മൾ കുരിശുമല കയറിയില്ല. കാരണം അവിടെ കയറിയിട്ട് ഇന്ന് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥ. അതുപോലെ ആൾക്കാരാണ്. നമുക്ക് ഒരു ദിവസം അവധിയുള്ള ദിവസം വന്നിട്ട് നമുക്ക് കുരിശുമല കയറാം.
നമ്മൾ തിരിച്ച് നേരെ പോരുകയാണ്. തിരിച്ച് നേരെ മേടമ്പല് വന്ന് നമ്മൾ നേരെ കടമ്പല് തിരിച്ചു പോരാണ് കേട്ടോ. എന്താ ക്ലൈമറ്റ്, ഫുള്ള് കോട, ഒരു രക്ഷയില്ല. എന്നാ തിരക്കാൻ നോക്ക്, ഫുള്ള് ബ്ലോക്കാ വണ്ടികൾ കൊണ്ട്. ഫുള്ള് ഒരു രക്ഷയില്ല. അപ്പത്തെ മലകൾ അപ്പുറം ഇപ്പുറം 2 സൈഡും നല്ല മലകളൊക്കെയാണ്, പക്ഷെ ഒരു രക്ഷയില്ല. അതുപോലെ കോടയാണ്, അതൊരു തണുപ്പും ചെറിയൊരു തോളുമഴയുണ്ട്. ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് താഴേക്കടത്തിണ്ട്. എന്തല്ലേ ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നീട് ദിവസം വന്നിട്ട് നമുക്ക് കുരിശുമലയും അതുപോലെ പഴശ്ശിരാജ ഗുഹയും അതുപോലെ നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.